ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മുടെ കിണ്ണത്തപ്പം. കിണ്ണത്തപ്പം പല രീതിയിൽ ഉണ്ടാക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ആ ഒരു പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയാക്കാം. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അരിച്ചെടുക്കുന്നത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ചെറിയ തരികൾ ഉണ്ടാവും, അപ്പൊ അത്ര സോഫ്റ്റ് ആവില്ല. അരിച്ചെടുക്കുന്നതിലാണ് കിണ്ണത്തപ്പത്തിന്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ക്രിസ്മസിനാണെങ്കിലും നമുക്കിപ്പോ രാവിലെ അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം ഡെസേർട്ട് ആയിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ ഡെസേർട്ട് ആയിട്ട് സെർവ് ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് അരിപ്പയിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതുപോലെ എടുത്തത്. നിങ്ങൾ അരച്ചാണ് എടുക്കുന്നതെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അരച്ചെടുക്കാം. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയും ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അരി പൊടിച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കിട്ടുക. അരച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 2-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരം എന്ന് പറയുന്നത് 200 ഗ്രാം അരി എടുക്കുമ്പോൾ ഒരു 175 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അത് വളരെ കൂടിയ മധുരമാണ്. അത്രയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 125 ഗ്രാം പഞ്ചസാര എടുക്കാം. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൽ വ്യത്യാസം വരുത്താം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് വേണം, കുറച്ച് നെയ്യ് വേണം. അപ്പോൾ ആദ്യം ഞാൻ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. 2-3 ബാച്ചായിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ നമ്മുടെ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ വീണ്ടും അരിച്ചെടുക്കണം. അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുന്നുണ്ട്. മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ വഴികളൊന്നുമില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാലോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ എത്രത്തോളം താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മതിയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇല്ലെങ്കിൽ ഏലക്ക പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏലക്ക ഒരു 4 എണ്ണം ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു മുട്ട. വെജിറ്റേറിയൻസിന് മുട്ട ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇനി നമ്മുടെ തേങ്ങയുടെ 1-ാം പാലാണ് ചേർക്കാൻ പോകുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, ഈ പാല് പോരാതെ വരും, ഇനിയും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരയ്ക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ അരിപ്പൊടിയും തേങ്ങാപ്പാലും മുട്ടയും എല്ലാം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി ഇത് കണ്ടോ, അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മിക്സാണ്. ഇതിലേക്ക് ഞാൻ വീണ്ടും തേങ്ങയുടെ 1-ാം പാൽ ചേർക്കുകയാണ്. ഇത് കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തുണി കൊണ്ടുള്ള അരിപ്പ ഉണ്ടല്ലോ, തുണി കൊണ്ടുള്ള അരിപ്പ ഉണ്ടെങ്കിൽ തുണി കൊണ്ടുള്ള അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരിപ്പയുടെ ഉള്ളിലേക്ക്
ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് അരിക്കുക. 1-2 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതിലുള്ള തരികൾ നമുക്ക് അരിച്ചു മാറ്റിയെടുക്കണം, എങ്കിലേ നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ചുകൂടി തിക്കാണ്. ഞാനിനി 2ാം പാലാണ് ചേർക്കാൻ പോകുന്നത്. ഇത്രയും സമയം 1ാം പാലാണ് ചേർത്തിരുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കിയിട്ടാണ് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഏലക്കാപ്പൊടിയും എല്ലാം ചേർത്തിട്ട് തന്നെയാണ് അരിക്കുക എന്നുള്ളത്. എല്ലാം ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ അരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിണ്ണത്തപ്പത്തിൽ ഒന്നും ഉണ്ടാവരുത്, ഒട്ടും തന്നെ തരികൾ ഒന്നിൻ്റെയും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാം ചേർത്തിട്ട് അരിക്കുന്നത്. പിന്നെ പഞ്ചസാര ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ബാക്കിയുണ്ട്. അപ്പോൾ ഞാനൊരു 100 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മിനിമം മധുരം മതി. അതുകൊണ്ടാണ് ഞാൻ 100 ഗ്രാം പഞ്ചസാര ചേർത്തത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ മധുരത്തിൻ്റെ ഇഷ്ടം എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളതനുസരിച്ച് ആഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പറയുന്നു. പിന്നെ എളുപ്പത്തിൽ മധുരം ചെക്ക് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, മധുരം ഉണ്ടോ ഇല്ലയോ എന്ന്. മധുരം പാകത്തിനാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പടി മേലെ നിൽക്കണം മധുരം, എങ്കിലേ നമ്മളിത് ആവിയിൽ വേവിച്ചൊക്കെ എടുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മധുരം നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അരിക്കാന്ന് വെച്ചാൽ, ഇതുപോലൊരു അരിപ്പ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു കോട്ടൺ ക്ലോത്ത് വയ്ക്കാൻ പോവാണ്. അതിന് ശേഷമാണ് അരിക്കുന്നത്. അപ്പോൾ ഈ അരിപ്പയുടെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഈ ഒരു കോട്ടൺ ക്ലോത്ത് മടക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു ലെയറാണെങ്കിൽ അരിച്ചെടുക്കുമ്പോൾ തരികൾ ഉണ്ടാവേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് 2 ലെയറായിട്ട് വയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ ഒഴിക്കുക കേട്ടോ. അടിഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി നമുക്ക് കറക്റ്റായിട്ട് അരിച്ചെടുക്കാൻ പറ്റില്ല. അടിഭാഗത്ത് അരിപ്പൊടി ഉണ്ടാവും ബൗളിൻ്റെ. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ 2 ലെയറൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചായിട്ട് അരിച്ചെടുക്കാനാണ് എളുപ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പ്ലേറ്റ്. ഞാനിപ്പോൾ ചെറിയ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ളത് തടവാം. ഞാനിപ്പോൾ നെയ്യാണ് തടവിയിട്ടുള്ളത്. ഈ സൈഡിലേക്ക് മുകളിലേക്കൊക്കെ തടവിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനാണ് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇഡ്ഡലിത്തട്ടിലേക്ക്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം നന്നായിട്ട് ചൂടായി വരട്ടെ, അതിന് ശേഷം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിത്തട്ടിലേക്ക് ഞാനിപ്പോൾ ആ നെയ്യ് പുരട്ടിയ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ജീരകം ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ആണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അടിഭാഗത്തായിരിക്കും പൊടി ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പതുക്കെ. ഈ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗം വരെ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. നിറയെ ഒഴിക്കരുത് ഒരിക്കലും. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 15 മുതൽ 20 വരെ മിനിറ്റ് ടൈം എടുക്കാം കുക്കായി വരാനായിട്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. അതിനുശേഷം നന്നായിട്ട് ചൂട് മാറിയിട്ടേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിനി ഇഡ്ഡലിത്തട്ടിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത പ്ലേറ്റ് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ 2-3 പ്ലേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഉണ്ടാവും നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ചൂട് മാറാൻ വേണ്ടി വയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ചൂട് മാറി കഴിയുമ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കിണ്ണത്തപ്പവും നമ്മളിപ്പോൾ ഇതാ കുക്ക് ചെയ്യാൻ വെച്ചു. ഇതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1/4 പാല് എടുത്തത് 1.5 കപ്പായിരുന്നു. അതിൻ്റെ കൂടെ 1/2 കപ്പ് 2-ാം പാലും കൂടി ചേർത്ത് 2 കപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു 200 ഗ്രാം അരിക്ക്
എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1-ാം പാലും 2-ാം പാലും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതനുസരിച്ച് ആ തേങ്ങാപ്പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഇതും കുക്കാവട്ടെ. ഈ കംപ്ലീറ്റ് ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയ കിണ്ണത്തപ്പത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ലൈറ്റായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് വരെ ചൂട് മാറി വരുമ്പോൾ മേൽഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പോൾ ഒന്ന് നെയ്യ് തടവി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവാതിരിക്കും. നമ്മുടെ കിണ്ണത്തപ്പം നമ്മളിപ്പോൾ ചൂടൊക്കെ കംപ്ലീറ്റ് മാറി കട്ട് ചെയ്യാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഈ സൈഡ്സ് ഒന്ന് ഒരു കത്തി ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇളകി കിട്ടും. ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഇത് കണ്ടോ, നല്ല എന്താ പറയുക, അടിഭാഗത്ത് ജീരകമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഏത് പ്ലേറ്റിലെങ്കിലും ഒരു പരന്ന പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കിക്കോളൂ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പോരെ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.